ഏറെ പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മംഗലം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ വിജീഷ്, ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയങ്കരനായ ശ്രീ മൂസക്കുട്ടി അവർ, അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റുമാരായ ശ്രീ കെ വി കണ്ണേട്ടൻ, ശ്രീ പുള്ളിപ്പാറ രാമകൃഷ്ണേട്ടൻ, അതിലുപരി കഴിഞ്ഞ ദിവസം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കരനായ ശ്രീ കെ രാമകൃഷ്ണൻ അവർ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന കിഴക്കഞ്ചേരിയുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രേട്ടൻ അവർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളായ ശ്രീ സുലൈമാൻ, ശ്രീമതി ഷീലാമേരി, ശ്രീ വാസുവേട്ടൻ, അതുപോലുപരി ബ്ലോക്കിന്റെ ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, മുൻ എരുമേലി പ്രസിഡന്റ് ശ്രീ സജീവ് ഉൾപ്പെടെയുള്ള, അതിലുപരി ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മംഗലം ഡാമിലെ നിവാസികളെ, അമ്മമാരെ, പെങ്ങന്മാരെ, ഏട്ടന്മാരെ, അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ മംഗലം ഡാമിന്റെ ചരിത്രത്തിൽ, വണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച ഈ മംഗലം ഡാം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ ഞാൻ ആദ്യമായി ഈ വേളയിൽ അവരെ അഭിനന്ദനം അർപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. എന്റെ മുന്നിലിരിക്കുന്ന അമ്മമാരെ നിങ്ങളും ഓർക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ മഹാപ്രസ്ഥാനം നിങ്ങളെപ്പോലെയുള്ള, നമ്മളെപ്പോലെയുള്ള എല്ലാ പാവപ്പെട്ടവർക്കും ഒരു കൈത്താങ്ങായി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഇതേ ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞ ഒരു ഓഫീസ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് കുറച്ച് ആളുകൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി. ആ ഓണക്കിറ്റ് വിതരണത്തിന് ശേഷം ഇന്ന് മംഗലം ഡാം നിവാസികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മംഗലം ഡാം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഓണപ്പുടവ നൽകി ആദരിക്കുന്ന വിവരം നിങ്ങൾക്കറിയുമല്ലോ. നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാർക്കും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളുള്ളത് എല്ലാവർക്കും നൽകും. അതിനുശേഷം ആർക്കെങ്കിലും കിട്ടാതെ വന്നാൽ അവർക്കൊരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് അടുത്ത ദിവസം തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് ഇവിടെയുണ്ട്. അവിടെ വിളിച്ച് അവർക്ക് ഞങ്ങൾ നൽകുന്നതായിരിക്കുമെന്ന് ഇതിന്റെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി
ഈ മംഗളം ഡാമിൽ നിങ്ങളെ പോലെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കായി കഴിഞ്ഞ ദിവസം ഇവിടെ ഓഫീസ് തുറന്നിട്ടുണ്ട്. ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് അവിടെ വരാം. കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും അവിടെ അത് പരിഹരിക്കുന്നതിനായി ആളുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഏത് ആവശ്യമാണെങ്കിലും, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ആവശ്യമാണെങ്കിലും, ചികിത്സാ ധനസഹായ നിധിയുടെ ആവശ്യമാണെങ്കിലും, പഞ്ചായത്തിലുള്ള ആവശ്യമാണെങ്കിലും, മറ്റ് ഏത് കാര്യങ്ങളാണെങ്കിലും അതിനെല്ലാം സഹായിയായി മംഗളം ഡാം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് നിങ്ങൾക്കായി തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഈ വേളയിൽ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, 3 മാസക്കാലമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിലേറിയിട്ട് 3 മാസത്തിനുള്ളിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാവേലി സ്റ്റോറുകളിലായാലും, റേഷൻ കടകളിലായാലും, നീതി സ്റ്റോറുകളിലായാലും, പെൻഷൻ ആണെങ്കിലും എന്റെ മുന്നിലിരിക്കുന്ന അമ്മമാർക്കെല്ലാം പെൻഷൻ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സർക്കാരും മംഗളം ഡാമിലെ കോൺഗ്രസ് പാർട്ടിയും മംഗളം ഡാമിലെ കോൺഗ്രസ് പ്രവർത്തകരും നിങ്ങളെപ്പോലെയുള്ള പാവങ്ങളോട് എന്നും കൂടെയുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.